രാഷ്ട്രീയ നേതൃത്വങ്ങളെ കത്തിത്താഴെയിടൂ. രാഷ്ട്രീയ കൊലപാതകത്തിൽ മകൻ നഷ്ടപ്പെട്ട ഒരമ്മയുടെ വിലാപമാണിത്. കണ്ണൂരിലെ ജില്ലാ കോടതിയുടെ മുൻപിൽ നിന്നും കേട്ടത് ഇനി നമ്മൾ കേൾക്കാൻ ഇടയാകരുത്. ഒരിക്കലും ആ അമ്മയ്ക്ക് തിരിച്ചു കിട്ടാത്ത മകന്റെ ഓർമ്മകൾക്ക് മുൻപിലാണ് ആ അമ്മയുടെ സങ്കടക്കടലൊഴുകിയത്. കണ്ണൂരിൽ RSSുകാർ കൊലപ്പെടുത്തിയ റിജിത്ത് വധക്കേസിൽ വിധി കേട്ട ശേഷമായിരുന്നു ആ അമ്മയുടെ വാക്കുകൾ. മകൻ നഷ്ടപ്പെട്ട ആ അമ്മയുടെ ദുഃഖത്തിന് ആര് പരിഹാരം നൽകും? ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കൾക്കാവുമോ? രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കാവുമോ? ഭരണകൂടങ്ങൾക്കാവുമോ? എത്രയെത്ര അമ്മമാർ, പെങ്ങന്മാർ, ഭാര്യമാർ, അച്ഛൻ, നഷ്ടപ്പെട്ട മക്കൾ, രാഷ്ട്രീയത്തിനു വേണ്ടി ജീവനൊടുക്കപ്പെട്ടവരുടെ ബന്ധുക്കൾ, കമ്മ്യൂണിസ്റ്റ് ആവട്ടെ, കോൺഗ്രസ് ആവട്ടെ, BJP ആവട്ടെ, RSS ആവട്ടെ, മറ്റേത് പാർട്ടി ആവട്ടെ, മരിച്ചു വീഴുന്നത് ഒരു മനുഷ്യനാണെന്ന തിരിച്ചറിവ് എന്നാണ് രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കും കൊലപാതകത്തിന് ആയുധങ്ങളുമായി പോകുന്നവർക്കുമുണ്ടാവുക? നിങ്ങളുടെയൊക്കെ ക്രൂരമായ മനസ്സ് കാണുമ്പോൾ ലജ്ജ തോന്നുന്നു. വലിയ വലിയ നേതാക്കൾക്ക് സുരക്ഷിതമായ സ്ഥാനങ്ങളിലിരുന്ന് കൽപ്പിച്ചാൽ മതി. കൊല്ലപ്പെടുന്നവരിൽ അധികവും സാധാരണക്കാരാണ്. അച്ഛൻ നഷ്ടപ്പെട്ട കുട്ടികളുടെ ആർത്തനാദവും വേദനയും നിങ്ങളുടെ ഒന്ന് മനസ്സിൽ കയറുന്നില്ലേ? നിങ്ങൾക്കും മക്കളില്ലേ? നിങ്ങളും അച്ഛനില്ലേ? നിങ്ങളും ഭർത്താവല്ലേ? മറ്റൊരർത്ഥത്തിൽ ചോദിച്ചാൽ നിങ്ങൾ മനുഷ്യരല്ലേ? അക്രമം കൊണ്ട് ഒരു രാഷ്ട്രീയവും വളർന്നിട്ടില്ല. രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു തലത്തിലും അക്രമത്തിന് സ്ഥാനവുമില്ല. സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് വിഘാതമാണ് അക്രമ രാഷ്ട്രീയം. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ കൊല്ലപ്പെടുന്ന നമ്മുടെ കുട്ടികളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഉള്ളുപൊട്ടുന്ന പ്രയാസമാണ് ഉണ്ടാവുന്നത്. കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരത്താൽ കൊലക്കത്തിക്കിത് ഇരയായ എത്ര വിദ്യാർത്ഥികൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഭാവി ജീവിതത്തിൽ പഠിച്ച് മിടുക്കന്മാരായി നാടിന് ഗുണമായി ഭവിക്കേണ്ട ഇവരെ ഇല്ലായ്മ ചെയ്യുന്ന രാഷ്ട്രീയം നമുക്ക് വേണോ? താൻ കൊടുക്കാത്ത മറ്റൊരു ജീവനെ ഇല്ലാതാക്കാൻ തനിക്ക് അധികാരമില്ലെന്ന് തിരിച്ചറിയാൻ എന്താണ് വൈമനസ്യം? കൊലപാതക കേസുകളിൽ പങ്കെടുക്കുന്നവർക്ക് പിൽക്കാലത്തിൽ സമാധാനം കിട്ടിയിട്ടില്ലെന്നത് നിരവധി ഉദാഹരണങ്ങളുണ്ട്. അതിൻ്റെ ഒരു മൊഴിയാണ് കൃപേഷ് ശരത്ലാൽ വധത്തിലെ പ്രതികളിലൊരാളുടെ പ്രതികരണം. കേരളം പ്രബുദ്ധമായ ഒരു സമൂഹമാണ്. വിദ്യാസമ്പന്നമായ ഒരു യുവതലമുറയാണ് ഇവിടെയുള്ളത്. അവരാരും തന്നെ ഇത്തരം ഭയപ്പെടുത്തുന്ന രാഷ്ട്രീയത്തെ ഇഷ്ടപ്പെടുന്നവരല്ല. സമൂഹം നേതാക്കളിൽ നിന്നും പാർട്ടികളിൽ നിന്നും ആവശ്യപ്പെടുന്നത് ക്രിയാത്മകമായ രാഷ്ട്രീയമാണ്. അത് മാത്രമേ നാടിനെ മുന്നോട്ട് നയിക്കൂ. അതിൻ്റെ പതാകവാഹകരാകാൻ കഴിയുന്ന രാഷ്ട്രീയ നേതൃത്വം ഉയർന്നു വരിക തന്നെ ചെയ്യും.